വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ലോകത്തിന്റെ നാനാഭാഗത്തും അടിമ സമ്പ്രദായം നിലനിന്നതായി കാണാം. ശ്രീരാമന്റെ കാലഘട്ടത്തിലും ഈ സമ്പ്രദായം നിലനിന്നിരുന്നു. ശ്രീരാമൻ തന്നെ തൻ്റെ ഗൃഹപ്രവേശ ദിനത്തിൽ സഹോദരനായ ലക്ഷ്മണനോട് അവിടെ ക്ഷണിക്കപ്പെട്ട ബ്രാഹ്മണർക്ക് വെള്ളി നാണ്യങ്ങൾ, സ്വർണ്ണ നാണ്യങ്ങൾ, പശുക്കൾ, ആടുകൾ, രത്നാഭരണങ്ങൾ എന്നിവയോടൊപ്പം അടിമ സ്ത്രീകളെ ദാനം ചെയ്തതായി കൽപ്പിച്ചതായി കാണാം. ഇത് വാൽമീകി രാമായണം 3 വോള്യങ്ങളിലായി DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഡോക്ടർ ലീലാവതിയാണ് ഇത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത്. സംസ്കൃതം ഞാൻ വായിക്കുന്നില്ല, പരിഭാഷ വായിക്കാം. ഇതിലെ അയോധ്യാകാന്ഡത്തിലെ 32-ാം സർഗത്തിലെ 12 മുതൽ 16 വരെയുള്ള ശ്ലോകത്തിന്റെ പരിഭാഷ ഞാൻ വായിക്കാം. അനന്തരം 12-ാം ശ്ലോകം, അനന്തരം അനുജ്ഞ കാത്തു നിൽക്കുന്നവനും പ്രിയപ്പെട്ടവനും പ്രിയമതനുമായ ലക്ഷ്മണനോട് ബ്രഹ്മാവ് ദേവേന്ദ്രനോട് എന്ന പോലെ പറഞ്ഞു. ബ്രാഹ്മണോത്തമരായ അഗസ്ത്യനെയും കൗശികനെയും ക്ഷണിച്ചു വരുത്തി ജലം കൊണ്ട് സസ്യത്തെ എന്ന പോലെ രത്നങ്ങൾ 1000 പശുക്കൾ, സ്വർണ്ണ നാണ്യങ്ങൾ, വെള്ളി നാണ്യങ്ങൾ, രത്നാഭരണങ്ങൾ മുതലായവ നൽകി സന്ദർപ്പണം ചെയ്യുക എന്ന് 15 മുതൽ 16 വരെയുള്ള ശ്ലോകം. കൗസല്യയെ ആശീർവചനങ്ങൾ കൊണ്ട് സമീപത്ത് വർത്തിച്ച് അനുഗ്രഹിക്കുന്ന വേദവിത്തും പ്രാജ്ഞനുമായ തൈത്തിരീയ ബ്രാഹ്മണാചാര്യനുണ്ട്. അദ്ദേഹത്തിന് വാഹനം ദാസിമാർ എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീകൾ, ദാസിമാർ, വെൺപട്ടു വസ്ത്രങ്ങൾ എന്നിവ തൃപ്തി വരുവോളം, 1-2 അല്ല, തൃപ്തി വരുവോളം ദാനം ചെയ്താലും. ഇതാണ് 32-ാം സർഗത്തിലെ 12 മുതൽ 16 വരെ ശ്ലോകത്തിൽ പറയുന്നത് അയോധ്യാകാന്ഡത്തിലെ. ഇനി മഹാരാജാവ് ഭരണപ്പെട്ട 12-ാം ദിനത്തിലും ബ്രാഹ്മണർക്ക് ദാസികളെ ദാനം ചെയ്യാൻ പറഞ്ഞതായി കാണാം. അത് ഞാൻ വായിക്കാം. ഈ വാൽമീകി രാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലെ തന്നെ 77-ാം സർഗം 1 മുതൽ 3 വരെയുള്ള ശ്ലോകങ്ങൾ എന്താണ്? മഹാരാജാവ് മരണപ്പെട്ടു 12-ാം നാൾ ശ്രാദ്ധ കർമ്മങ്ങൾക്ക് വേണ്ടി ബ്രാഹ്മണർക്ക് ദാസിദാസന്മാരെ ദാനം ചെയ്തതായി പറയുന്നു. ഞാനത് വായിക്കാം. 10 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം രാജപുത്രൻ, രാജാവിന്റെ മകൻ, പുലവീടി പുണ്യാഹ കർമ്മം കഴിച്ച് 12-ാം നാൾ ശ്രാദ്ധ കർമ്മങ്ങൾ ചെയ്തു. 2-ാം ശ്ലോകം, ബ്രാഹ്മണർക്ക് ധനവും രത്നവും ഭക്ഷണവും വേണ്ടുവോളം നൽകി, അതുപോലെ വിലപ്പെട്ട വസ്ത്രങ്ങളും വിവിധ രത്നങ്ങളും വളരെയേറെ വെള്ളാടുകളെയും പശുക്കളെയും ദാനം ചെയ്തു നൽകി. ഇനി 3-ാം ശ്ലോകം, ദാസിദാസന്മാർ എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീകളും അടിമ പുരുഷന്മാരും, ദാസിദാസന്മാർ, വാഹനങ്ങൾ, 1-ാം തരം ഗൃഹങ്ങൾ മുതലായവയും ബ്രാഹ്മണർക്കായി മഹാരാജാവിന്റെ അപരക്രിയകളിൽ ദാനം ചെയ്തു. ഇതിലുള്ളത് അതുപോലെ ഞാൻ വായിച്ചാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ തെറ്റാണെന്ന് തോന്നുന്ന ആളുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. നമ്മളിത് വിമർശിക്കാൻ പറയുന്നില്ല. അവരുടെ കുന്തമുന എപ്പോൾ ഒരു ഭാഗത്തേക്കാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ അടിമ സമ്പ്രദായമുണ്ട്, മുഹമ്മദ് നബിന്റെ കാലത്ത് അതുണ്ട്. അപ്പൊ അവർക്ക് ആത്മാർത്ഥമുണ്ട്, അവരുടെ കുന്തമുന കുറച്ചൊക്കെ ഇങ്ങോട്ടും തിരിച്ചു വെക്കാം എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്.